ഹലോ, ടെക്നോ ടിപ്സറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. വണ്ടിയുടെ ക്രാങ്കിലെ കണക്റ്റിംഗ് റോഡ് ബെയറിംഗ് ഡാമേജ് ആയതുകൊണ്ട് സ്റ്റക്കായി എൻജിൻ സ്റ്റോപ്പായ വണ്ടിയുടെ ഫുൾ എൻജിൻ എങ്ങനെ റീബിൽഡ് ചെയ്യാമെന്നുള്ള വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ടെക്നോ ടിപ്സറിയിൽ ഇന്ന്. എൻജിൻ റീബിൽഡ് ചെയ്യാനായി ആദ്യം തന്നെ നമുക്ക് എൻജിൻ ഡിസസംബിൾ ചെയ്യണമല്ലോ. എൻജിൻ ഡിസസംബ്ലിങ്ങിലെ പാർട്ട് 1 വീഡിയോയാണ് ടെക്നോ ടിപ്സറിയിൽ ഇന്ന്. ബാക്കിയുള്ള വീഡിയോകളുടെ ലിങ്കുകൾ അത് പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഹീറോയുടെ 100cc ബൈക്കുകളുടെ എൻജിൻ്റെ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ ഏകദേശം എല്ലാത്തിലും സെയിം തന്നെയാണ്. വണ്ടിയുടെ ക്രാങ്കും കണക്റ്റിംഗ് റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബെയറിംഗ് ഉണ്ട്. ഒരു നീഡിൽ ബെയറിംഗ് സെറ്റപ്പാണിത്. ഈ നീഡിൽ ബെയറിംഗ് സ്റ്റക്ക് ആയതുകൊണ്ട് വണ്ടിയുടെ ക്രാങ്ക് ഒട്ടും അനങ്ങാത്ത സ്റ്റേജിലാണ്. കിക്കർ ചവിട്ടിയാലും ഒട്ടും താഴാത്ത അവസ്ഥ തന്നെ. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ബേസിക്കലി കിക്കർ ജാമിംഗ് പ്രോബ്ലം ഇതുകൊണ്ടാവണമെന്നില്ല. ഈ വണ്ടിയുടെ ക്രാങ്ക് പ്രോബ്ലം ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അങ്ങനെ എൻജിന്റെ ശബ്ദം മാറി മാറി എൻജിൻ ഫുള്ളായി ഡെഡായതാണ്. ആദ്യം തന്നെ നമുക്ക് സൈലൻസർ ഊരി മാറ്റണം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഈ 17 മില്ലിമീറ്ററിന്റെ നട്ട് ഊരിയെടുക്കണം. പിന്നെ എൻജിൻ ഹെഡിൽ വരുന്ന നട്ടോ ബോൾട്ടോ എന്ത് തന്നെയായാലും അത് രണ്ടും ഊരിയെടുക്കേണ്ടതുണ്ട്. ഒരു 17 മില്ലിമീറ്റർ റിംഗ് സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ നട്ട് ആദ്യം തന്നെ ഊരിയെടുക്കണം. ഫുഡ് റെസ്റ്റ് ഘടിപ്പിക്കുന്ന ബ്രാക്കറ്റ് അസംബ്ലി ഈ ഭാഗത്ത് വരുന്നതുകൊണ്ട് നമുക്ക് അതും കൂടി ഊരിയെടുത്താലേ സൈലൻസർ ഊരാനാവൂ. അതുകൊണ്ട് സൈഡ് കവർ ഊരി മാറ്റിയതിന് ശേഷം ഈ കാണുന്ന 12 മില്ലിമീറ്ററിന്റെ ബോൾട്ട് നമുക്ക് ഊരിയെടുക്കണം. ഈ ബോൾട്ട് കൂടി ഊരിയെടുത്താൽ നമുക്ക് ഫുഡ് റെസ്റ്റ് ബ്രാക്കറ്റ് അസംബ്ലി ഇതുപോലെ ഊരിയെടുക്കാം. സൈലൻസർ മെല്ലെ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഹെഡിൽ വരുന്ന നെട്ടോ ബോൾട്ടോ എന്താണെന്നായാലും അത് ഊരാൻ നോക്കാം. സാധാരണയായി സൈലൻസർ എൻജിൻ ഹെഡിൽ നട്ടുകൾ ഉപയോഗിച്ചാണ് ടൈറ്റ് ചെയ്ത് വയ്ക്കാറ്. എന്നാൽ ഈ വണ്ടിയുടെ കേസിൽ ഇപ്പോൾ ഊരിക്കൊണ്ടിരിക്കുന്നത് ഒരു 10 മില്ലിമീറ്ററിന്റെ ബോൾട്ടാണ്. ഇനി നമുക്ക് ഈ ഭാഗത്ത് വരുന്ന 10 മില്ലിമീറ്ററിന്റെ നട്ട് കൂടി ഊരിയെടുത്താൽ സൈലൻസർ ഊരിയെടുക്കാവുന്നതാണ്. എൻജിൻ ഹെഡിൽ നിന്നും സൈലൻസറിന്റെ നെക്ക് ഇതുപോലെ ഇളക്കി വെച്ചതിന് ശേഷം ഫുഡ് റെസ്റ്റിന്റെയും ബ്രേക്ക് ലിവറിന്റെയും ഇടയിലൂടെ ഇതുപോലെ നമുക്ക് സിമ്പിളായി ഊരിയെടുക്കാം. അതിനുശേഷം എൻജിൻ ഓയിൽ നമുക്ക് മുഴുവനായി ഡ്രെയിൻ ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി എൻജിൻ ഓയിൽ ഡിസ്ട്രിക്ട് നമുക്ക് ഊരിയെടുത്ത് മാറ്റി വയ്ക്കണം. വണ്ടിയുടെ ഡ്രെയിൻ ബോൾട്ടിന്റെ ലൊക്കേഷൻ ഈ ഭാഗത്തായിട്ടാണ്. ഒരു 17 മില്ലിമീറ്ററിന്റെ ഹെക്സ് സോക്കറ്റ് മെൽറോഡുമോ അല്ലെങ്കിൽ ഒരു 17 മില്ലിമീറ്റർ റിംഗ് സ്പാനറോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എൻജിൻ ഓയിൽ ഡ്രെയിൻ ബോൾട്ട് ആദ്യം തന്നെ ഊരിയെടുക്കണം. ഡ്രെയിൻ ബോൾട്ട് മുഴുവനായി ഊരിയെടുക്കുന്നതിന് മുൻപായി ഓയിൽ കളക്ട് ചെയ്യാനായി ഒരു പാൻ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എൻജിൻ ഓയിൽ നമുക്ക് പൂർണ്ണമായും കളക്ട് ചെയ്യാം. അതിനുശേഷം സ്പാർക്ക് പ്ലഗിൻ്റെ നോയ്സ് സപ്രസർ ക്യാപ്പ് അഥവാ അഡാപ്റ്റർ നമുക്ക് ഊരിയെടുക്കണം. ഇവിടെയായി കാണുന്ന 10 മില്ലിമീറ്ററിൻ്റെ ബോൾട്ട് നമ്മൾ ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന ടൈമിംഗ് ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ക്യാപ്പ് നമുക്ക് ഊരിയെടുക്കാനാവും. ഈ ക്യാപ്പ് ഊരിയെടുക്കാനായി ഒരു എളുപ്പവഴിയുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു 10 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് ഈ ബോൾട്ട് നന്നായി ഇളക്കി വയ്ക്കാം. മുഴുവനായി ഊരിയെടുക്കരുത്. അതിനുവേണ്ടി ടീ സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിനി ഈ ബോൾട്ടിൽ മെല്ലെ ഇതുപോലെ കൊട്ടിക്കൊടുക്കാം. ബോൾട്ട് നേരത്തെ നമ്മൾ നന്നായി റിലീസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതുപോലെ ഹെഡിൽ നിന്നും ഈ ക്യാപ്പ് റിലീസാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബോൾട്ട് ബാക്കി കൂടി അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാപ്പ് പൂർണ്ണമായി ഇതുപോലെ ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ബോൾട്ടിൻ്റെ ഈ ഭാഗത്ത് മെല്ലെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓപ്പോസിറ്റ് ഭാഗത്തു നിന്നും ഈ ബോൾട്ട് ഇതുപോലെ നമുക്ക് അനായാസേന വലിച്ചൂരിയെടുക്കാവുന്നതാണ്. ടൈമിംഗ് ചെയിൻ സ്പ്രോക്കറ്റ് ഊരിയെടുക്കുന്നതിന് വേണ്ടി ഈ കാണുന്ന 2 8 മില്ലിമീറ്റർ ബോൾട്ടുകൾ നമുക്കൊരു 8 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് ഊരിയെടുക്കണം. അതിനുശേഷം ഒരു നോസ് പ്ലെയറോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടൈമിംഗ് ചെയിൻ സ്പ്രോക്കറ്റ് ഇതുപോലെ കുത്തിയെടുത്ത് പുറത്തേക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കാർബറേറ്ററിൽ നിന്നും ഇൻലെറ്റ് മാനിഫോൾഡിലേക്കുള്ള ഈ ഫ്ലാഞ്ച് ഊരിയെടുക്കാം. അതിനുവേണ്ടി ഇരുഭാഗങ്ങളിലും വരുന്ന ഈ 2 8 മില്ലിമീറ്റർ ബോൾട്ടുകൾ നമുക്ക് ഊരിയെടുത്താൽ മതിയാവും.
ബാക്കിയുള്ള ഭാഗങ്ങൾ എങ്ങനെ ഡിസസംബിൾ ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്